എല്ലാവർക്കും ദേവി കൃപ റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പടവലങ്ങി കൊണ്ട് ഒരു തോരനാണ്. അപ്പം എല്ലാവരും പറയാറുണ്ട് പടവലങ്ങി വെച്ച് തോരൻ ഉണ്ടാക്കുമ്പോൾ അത് വല്ലാണ്ട് കുഴഞ്ഞു പോകണമെന്ന്. അപ്പം ഇങ്ങനെ നന്നായിട്ട് കുഴയാതെ എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഉള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് എല്ലാവർക്കും വീഡിയോയിലേക്ക് കിടക്കാം. നന്ദി, നമസ്കാരം. അപ്പം ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പടവലങ്ങ തോരന. അപ്പം ഞാൻ പടവലങ്ങ തോരൻ എല്ലാവരും പറയും അത് ഉണ്ടാക്കുമ്പോൾ വല്ലാണ്ട് കുഴഞ്ഞു പോണു. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ അത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം കുഴയാണ്ട് എങ്ങനെ ഉണ്ടാക്കാന്ന്. അപ്പം ഞാനിപ്പോൾ ഒരു ചട്ടി വെച്ചു. ചട്ടിയിലേക്ക് ഞാൻ കടുക് ഇട്ടു. അപ്പോൾ പടവലങ്ങ തോരൻ ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിലാണ് കേട്ടോ, പലരും പല രീതിയിലാണ് ഉണ്ടാക്കാറ്. പക്ഷെ എൻ്റെ പടവലങ്ങ തോരൻ എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് ഞാനിത് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിൽ പരിപ്പല്ല സോറി, കടുകിട്ടു. പിന്നെ കുറച്ച് പരിപ്പും കൂടി ഞാൻ വറുത്തിടും കേട്ടോ അതില്. അതും കുറച്ച് വറുത്തിടും. അപ്പൊ ഇടയ്ക്ക് കടിക്കുമ്പോൾ ഒരു ടേസ്റ്റാണ്. അപ്പൊ അതും ഇട്ടു. കടുക് വറുത്തിട്ടുള്ളതിന് പകരം ആദ്യം തന്നെ ഇട്ടു. മറ്റേത് അത് കഴിഞ്ഞിട്ടല്ലേ നമ്മളിടുക. എന്നിട്ട് ഞാൻ ഒരു പടവലങ്ങ, ഒരു ചെറിയ പടവലങ്ങ, ഒരു ചെറിയ വലിപ്പത്തിലുള്ള 2 പടവലങ്ങ എടുത്തിട്ടുണ്ട്. പക്ഷെ അത് എനിക്ക് തോന്നുന്നു ക്വാണ്ടിറ്റി പോരാന്ന് തോന്നിയപ്പോൾ ഞാൻ കുറച്ച് ക്യാരറ്റും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കുക കുഴയാണ്ട് എന്നുള്ളതാണ് ഞാനിവിടെ കാണിച്ചു തരാൻ പോണെ. തോരനാണ് കേട്ടോ, മെഴുക്ക് വരട്ടിക്കല്ല. അപ്പൊ ഇത് പൊട്ടട്ടെ, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണേ. അപ്പൊ എളുപ്പത്തില് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ അതിന് കുറച്ചൊരു നമ്മൾ ശ്രദ്ധിക്കണം, അത്രേ ഉള്ളൂ. അപ്പൊ ഞാനിതിപ്പോ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അതില് വെളിച്ചെണ്ണ ഒഴിച്ചു. പരിപ്പും പിന്നെ കടുകും വറുത്തിടാൻ വെളിച്ചെണ്ണ ഒഴിച്ചു. ഇത് രണ്ടും ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് പൊട്ടട്ടെ. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതില് സവാള ഇടാം. ഞാനിപ്പോ സവാള ഇടാണ്ടാണ് ഉണ്ടാക്കണത്. എന്നിട്ട് നിങ്ങളെ കാണിക്കാം കേട്ടോ. ഇപ്പൊ അപ്പൊ 2 മീഡിയം സൈസ് പടവലങ്ങ, ചെറിയ പടവലങ്ങയായിരുന്നു. അപ്പൊ 2 എടുത്തു. അപ്പൊ ഒന്നുമില്ല. അപ്പൊ ഞാനൊരു ക്യാരറ്റും കൂടിയും എടുത്തതാണ്, അല്ലെങ്കിൽ ക്വാണ്ടിറ്റി കുറയും അതുകൊണ്ട്. ഓക്കെ, അപ്പൊ അത് പൊട്ടി തുടങ്ങിട്ടോ. എന്നിട്ട് ഇനി എന്താ ചെയ്യാന്ന് കാണിക്കാം. കുറച്ചു പോലും വെള്ളം ഒഴിക്കണ്ട, കാരണം പടവലങ്ങയുടെ വെള്ളം ഇറങ്ങിയിട്ട് അത് കുക്കാവും. അപ്പൊ അത് ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് എല്ലാവരുടെയും കുഴഞ്ഞു പോണു എന്ന് പറയണേ പടവലങ്ങ ഉണ്ടാക്കുമ്പോ കേട്ടോ. അപ്പൊ ആ വേവിൽ ആ പടവലങ്ങയുടെ ആ വെള്ളത്തിൽ തന്നെ ക്യാരറ്റും കുക്കായിക്കോളും. അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇതാ ഇപ്പൊ പൊട്ടി വരുന്നുണ്ട്, കണ്ടില്ലേ നിങ്ങള്? സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് കാണാലോ. പൊട്ടി വരുന്നുണ്ട് കേട്ടോ കടുക്. അല്ലെങ്കിൽ ലാസ്റ്റ് ഇട്ടാലും മതി. ഞാനിതിപ്പോ ആദ്യം ഇട്ടുന്നേ ഉള്ളൂ. ഓൾമോസ്റ്റ് പൊട്ടി തുടങ്ങി കഴിയാറായിട്ടാ. അപ്പം നല്ലോണം സിമ്മിൽ വെക്കുക ഗ്യാസ്. എന്നിട്ട് നമുക്കിത് പൊട്ടി കഴിഞ്ഞു. ഞാൻ ഈ പടവലങ്ങയും ഈ ക്യാരറ്റും കൂടി ഇതിലേക്ക് ഇടുകയാണ് കേട്ടോ. കണ്ടില്ലേ? ഏകദേശം ഒരു 3-4 പേർക്ക് കഴിക്കാനുള്ള തോരനുണ്ട് ഇപ്പോൾ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പടവലങ്ങ വളരെ കുറവാണ്. ഇത് വെന്ത് വരുമ്പോൾ ഒന്നും ഉണ്ടാവില്ല കേട്ടോ, കുക്കായി വരുമ്പോൾ. അതുകൊണ്ടാണ് ഞാൻ ക്യാരറ്റും കൂടി ഒരുങ്ങിയത്. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതടച്ച് ഞാൻ പറയാം, എങ്ങനെ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കണ വരെ നിങ്ങൾക്ക് ഞാനിത് കാണിച്ചു തരാം. അപ്പോൾ കുറച്ച് ഉപ്പിടണം അതിൽ. അപ്പോൾ ഉപ്പിട്ടു. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം. ഞാൻ സിമ്മിലാണ് വെച്ചേക്കണത്. മഞ്ഞൾപ്പൊടി ഇട്ടു. ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. അടയ്ക്കണ്ട, കണ്ടില്ലേ? ഇത് ഇങ്ങനെ കുക്കായിക്കോളും. പിന്നെ വല്ലാണ്ട് ഇപ്പൊ നമുക്ക് പെട്ടെന്ന് ഇത് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ 1 സെക്കൻഡൊക്കെ ഒന്ന് അടയ്ക്കുക, എന്നിട്ടൊന്ന് തുറക്കുക, ഇളക്കുക, അങ്ങനെ വേണം. അല്ലെങ്കിൽ ഇത് കുഴയും. അതുകൊണ്ടാണ് അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. കണ്ടില്ലേ നിങ്ങളിപ്പോ? ഓക്കെ. അപ്പൊ ഞാൻ കണ്ടില്ലേ, ഇത് ഇങ്ങനെ, ഇതാണ് പടവലങ്ങ. ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടു. എന്നിട്ട് ഞാൻ ലിഡ് വെച്ച് അടക്കിട്ടാന്ന് പറഞ്ഞെങ്കിൽ പെട്ടെന്നാവാൻ വേണ്ടി ഞാൻ നിങ്ങളെ കാണിച്ചു തരികയാണ്. ഒരു ചെറിയ ലിഡ് വെച്ച് അടയ്ക്കുക. പക്ഷെ നമ്മൾ ഗ്യാസിന്റെ അടുത്തുനിന്ന് പോവരുത്. ഒന്നുമില്ലെങ്കിൽ അടി പിടിക്കും, അല്ലെങ്കിൽ കുഴഞ്ഞു പോകും. അതുകൊണ്ടാണ് ഇങ്ങനെ പറയണേ, പടവലങ്ങ ആയതുകൊണ്ട് കേട്ടോ.
അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് എളുപ്പത്തിന് വേണ്ടിയിട്ട് പറയുകയാണ്, ഇങ്ങനെ ഒന്ന് ചെയ്തുകൊണ്ടിരിക്കുക, ഇളക്കി കൊടുക്കുക. അപ്പൊ പെട്ടെന്ന് ആവുകയും ചെയ്യും, എന്നാ പ്രശ്നവും വരില്ല. അല്ലെങ്കിൽ തുറന്നിട്ടിട്ട് കുക്ക് ചെയ്യുക. അപ്പൊ നമ്മൾ ലിഡ് വെച്ച് അടയ്ക്കുകയാണെങ്കിൽ നമ്മൾ അടുത്ത് തന്നെ നിൽക്കുക, എന്നിട്ട് ഒരു ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അത് ശ്രദ്ധിച്ച് ചെയ്യണം, അല്ലെങ്കിൽ കുഴഞ്ഞും പോവും, പിന്നെ വേവും, എന്താ പറയാ, അടിയിലും പിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇളക്കി കൊടുക്കുക. അപ്പൊ അതൊന്ന് കുക്കാവട്ടെ. ഇപ്പൊ ഞാൻ ലിഡ് മാറ്റി വെച്ചിട്ടുണ്ട്, അതൊന്ന് കുക്കായിക്കോട്ടെ കേട്ടോ. ഇപ്പൊ ഇത് ക്യാരറ്റ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ കുറച്ചൊന്ന് കുക്കാവാൻ കുറച്ച്. ഇപ്പൊ പടവലങ്ങ ഓൾമോസ്റ്റ് ആയി, ക്യാരറ്റ് ഉള്ളതുകൊണ്ട്. അപ്പൊ പടവലങ്ങയുടെ ആ ഒരു വെള്ളമയം കൊണ്ടാണ് ഈ ക്യാരറ്റും കൂടി കുക്കാവണേ കേട്ടോ. ഒട്ടും വെള്ളം തെളിക്കണ്ട. അപ്പൊ ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഞാനിപ്പോ നിങ്ങളെ ഒരു സെക്കൻഡേ ഞാൻ ലിഡ് വെച്ച് അടച്ചിട്ട് നിങ്ങളെ കാണിച്ചുള്ളൂ കേട്ടോ. പിന്നെ തുറന്നിട്ട് തന്നെയാണ് കുക്ക് ചെയ്യണത്. അതൊരു കുഴപ്പമില്ല. പക്ഷെ നമ്മൾ അടുത്ത് നിൽക്കണം, ഇളക്കി കൊടുക്കണം. ഒന്നാമത് അത് നമ്മള് കടായിലാണെങ്കിൽ കുറച്ചും കൂടിയും സൗകര്യമാണ്. ഇത് ഞാൻ ചട്ടിയിലായ കാരണം എനിക്ക് പേടിയുണ്ട്, ഇതുപോലെ അടിയിൽ പിടിച്ചാലോ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കൂടെ തന്നെ നിൽക്കണത്. ഞാൻ നിൽക്കുകയാണെങ്കിൽ നന്നായിട്ട് വരികയും ചെയ്യും, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഇത് വെറുതായിട്ട് നല്ല ഒറ്റയായിട്ട് നല്ല തോരൻ ഉണ്ടാക്കാം. ഞാനൊന്ന് കുക്കായോ നോക്കട്ടെ. ക്യാരറ്റും ഈ പടവലങ്ങ ആയിക്കഴിഞ്ഞു. അപ്പൊ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പൊ ഉപ്പൊക്കെ ഉണ്ട് അത്യാവശ്യത്തിന്. ബാക്കി നമ്മള് ഇനി ഞാൻ സിമ്മിൽ തന്നെയായിട്ട് ഇട്ടേക്കണേ. അപ്പം കുക്കായി. അപ്പം ഞാനിങ്ങനെ കുറച്ച് തേങ്ങയും ജീരകവും അതുപോലെ തന്നെ ചുമന്ന മുളക്, വറ്റൽ മുളകുമാണ് കേട്ടോ ഞാൻ ഇതിലിടുക. എനിക്ക് അതാണ് ഇഷ്ടം കുറച്ചും കൂടി. അപ്പൊ അതും കൂടിയും ഒന്ന് എന്താ പറയുക, ഒന്ന് ക്രഷ് ചെയ്തെടുത്തിക്കണമെന്ന് പറയില്ല, അതുപോലെയാണ് ഇട്ടേക്കണേ. അതാണ് ടേസ്റ്റ്. ഇങ്ങനെ അരച്ചങ്ങനെ വല്ലാണ്ടാക്കിയില്ല, ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അതും ഇപ്പൊ ഇതിലേക്ക് ഇട്ടു, കാരണം ഓൾറെഡി കുക്കായി. ഇങ്ങനെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നമ്മളൊന്ന് ഇളക്കുക. നല്ല പടവലങ്ങ ക്യാരറ്റ് തോരൻ റെഡിയായി. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടുള്ള പടവലങ്ങ ക്യാരറ്റ് തോരൻ. ഇപ്പം ഒരടി പിടിക്കലും ഇല്ല, കുഴയലും ഇല്ല. നല്ല അടിപൊളിയായിട്ടുള്ള പടവലങ്ങ ക്യാരറ്റ് തോരൻ. ഞാൻ ആദ്യമൊക്കെ ഉണ്ടാക്കുമ്പോൾ എൻ്റെ ഇത് കുഴയായിരുന്നു കേട്ടോ. കുക്കിംഗ് ഒക്കെ ആദ്യം ചെയ്തിരുന്നപ്പോ തേങ്ങയുടെ ഒരു ഇതാണ്. അപ്പം എന്റെ മദറിൻലോ ആണ് ഇങ്ങനെ പറഞ്ഞത്, പടവലങ്ങയിൽ വെള്ളം ഒരിക്കലും ഒഴിക്കരുത്, അതിന്റെ വെള്ളത്തിൽ തന്നെ വേവുന്ന. അതിനുശേഷം എന്റെ പടവലങ്ങ തോരൻ നല്ല അടിപൊളിയായിട്ട് വരാറുണ്ട്. അപ്പൊ നിങ്ങളുടെ അടുത്ത് ഞാനൊന്ന് ഷെയർ ചെയ്തതാണത്. ഓക്കെ, അപ്പൊ നല്ല അടിപൊളിയായിട്ടുള്ള പടവലങ്ങ തോരൻ. അപ്പൊ ഞാൻ ഇതിപ്പം ഒന്ന് തേങ്ങയൊക്കെ ഇട്ടിട്ട് കുറച്ചു നേരം ഒന്ന് ഇളക്കി കൊടുത്തു. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പൊ കണ്ടില്ലേ നിങ്ങൾ, നല്ല മനോഹരമായിട്ട് പടവലങ്ങ ഇങ്ങനെ ഉണ്ടാക്കാം. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ക്വാണ്ടിറ്റി കുറവായ കാരണമാണ് ഞാൻ ക്യാരറ്റ് ചേർത്തത്. പടവലങ്ങ മാത്രമാണെങ്കിലും ഉണ്ടാക്കാം, ക്യാരറ്റ് ചേർത്താൽ കുറച്ചും കൂടി ഭംഗിയും ഉണ്ടാവും. ഒരു പച്ചയും ഒരു ഓറഞ്ച് കളറും കൂടി ആകുമ്പോൾ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ ബൈ.